അസ്സലാമു അലൈക്കും. നമസ്കാരം. ഞാനിപ്പോൾ ഇന്ന് സൗദിയിലെ പ്രവാസിയോട് പ്രധാനപ്പെട്ട ഒരു കാര്യം കേട്ടോ. സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. കുറേ കാലം ജോലി ചെയ്ത് ചില ആളുകൾ ഇക്കാമൊക്കെ എക്സ്പയറായി ജയിൽ മാർഗം നാടടഞ്ഞവരൊക്കെ ഉണ്ട്. അതേപോലെ ഉറൂബായിട്ട് ജയിൽ മാർഗം മറ്റു മാർഗമൊക്കെ പോയവരൊക്കെ ഉണ്ട്. ഈ പോയ ആളുകളൊക്കെ പുതിയ വിസയിലേക്ക് ചില ആളുകൾ വന്നവരുണ്ട്, ചില ആളുകൾക്ക് വരാൻ പറ്റാത്തവരുണ്ട്. ചില ആളുകൾ പറയും ഞങ്ങൾ വന്നവരുണ്ട്, ഞങ്ങൾ ജയിൽ മാർഗം വന്നായിരുന്നു, ഞങ്ങൾ പുതിയ വിസയിലേക്ക് വന്നു, അതൊരു കുഴപ്പമില്ല, ഉറൂബായി പോയതായിരുന്നു, തിരിച്ചു വരാൻ അതൊരു പ്രശ്നമില്ല, കണ്ട് കമൻസുകളൊക്കെ വരുന്നുണ്ട്. ചില ആളുകൾ അവിടുന്ന് VFS ഒക്കെ കഴിഞ്ഞു, മെഡിക്കലും കഴിഞ്ഞു, വിസ അടിക്കാൻ പോകവേ സൗദി കോൺസുലേറ്റ് കൊടുത്തപ്പോൾ അവിടുന്ന് റിജക്റ്റ് ആയവരുണ്ട്, ബ്ലാക്ക് ലിസ്റ്റ് ആയവരുണ്ട്. ഈ പറഞ്ഞ ആളുകൾ എനിക്ക് പറയാനുള്ളത്, ഈ വന്ന ആളുകളാണ് എനിക്ക് ഉപദേശിക്കാനുള്ളത്. ഇങ്ങനെ വന്ന ആളുകൾ ജയിൽ മാർഗം പോയാലും ഉറുബായി പോയാലും ജിദ്ദ പുതിയ വിസയിലേക്ക് വന്ന ആളുകളെ എനിക്ക് പറയാനുള്ളത്, ആ വന്ന ആളുകൾ രണ്ടാൾ എന്നെ വിളിച്ചു. അവർ വന്നു, ഇവിടെ 2-3 വർഷം ജോലി ചെയ്തു, എക്സിറ്റ് അടിച്ച് വീണ്ടും നാട്ടിലേക്ക് പോയി പുതിയ വിസയിലേക്ക് വരാൻ വേണ്ടി വിസ എടുത്തു. മെഡിക്കലും VFSും കഴിഞ്ഞു. ബോംബെ സൗദി കോൺസുലേറ്റിൽ വിസ അടിക്കാൻ കൊടുത്തപ്പോൾ അവിടുന്ന് റിജക്റ്റായി, ബ്ലാക്ക് ലിസ്റ്റിൽ. ചെക്ക് ചെയ്തപ്പോൾ പറയുന്നു 16 വർഷം മുമ്പട്ടോ, പിന്നെ ഏതോ ഒരു കേസിൻ്റെ ഫിംഗർ അത് പ്രിൻ്റായിട്ട് ഇങ്ങനെ സിസ്റ്റത്തിൽ പൊങ്ങി വന്നു, അതുകൊണ്ട് ബ്ലാക്ക് ലിസ്റ്റിലാന്ന് പറഞ്ഞിട്ട് അവർക്ക് റിജക്റ്റായി ബോംബെ വിസ അടിക്കാൻ കൊടുത്തപ്പോൾ. എനിക്ക് പറയാനുള്ളത്, ചില ആളുകൾ വരുന്നുണ്ട്, ചില ആൾ വരുന്നില്ല. ചില സിസ്റ്റത്തിൻ്റെ എന്തോ പ്രശ്നമാണ്. പഴയ കേസുകളൊക്കെ പൊങ്ങി വരുന്നുണ്ട് ചില ആളുകളൊക്കെ, അങ്ങനെ ഇവിടെ നിന്ന് റിജക്റ്റ് ആയവരൊക്കെ ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, വരുന്നവർക്കൊന്നും കുഴപ്പമില്ല. ഇതേപോലെ പഴയ കേസുകളൊക്കെ പൊങ്ങി വന്ന് സിസ്റ്റത്തിൽ വന്നാൽ നിങ്ങൾ വിസ അടിക്കാൻ കഴിയില്ല, അത് റിജക്റ്റ് ആവും. മറക്കണ്ട. എന്ത് സംശയം കൊടുക്കാം. അസ്സലാമു അലൈക്കും.